അവളും തന്നെ തുറച്ചു നോക്കി പോണേ. വീട്ടിൽ നിന്ന് പോയപ്പോഴുള്ള പാവല്ലല്ലോ ഇപ്പൊ. ഈ പെണ്ണത് അറിയാമോ? നിങ്ങൾ എത്തിയോ? എടാ, കോളേജൊന്നും തുറന്നിട്ടില്ല. ആരോ നമ്മളെ പറ്റിച്ചതാ. അപ്പൊ കോളേജ് തുറന്നില്ലേ? പിന്നെ നമുക്കൊക്കെ മെസ്സേജ് വന്നു. ഇതാ കോന്തമ്മ കൂട്ടിലെ പണിയായിരിക്കും നമ്മളവിടെ എത്തിക്കാൻ. തെണ്ടികൾ. ഹലോ സോബി. ജാസി, നീ എവിടെയാ? അക്കാഡമിയിലാണോ? അതെ. നീ നാട്ടിൽ നിന്ന് വന്നോ? ആ, എല്ലാം ഒരു കഥയാ. ഞാൻ നിന്നോട് പറയാം. ഞാനൊരു 11:30 ആകുമ്പോഴേക്കും അങ്ങോട്ട് എത്തിക്കാം. ഓക്കെ, ഐ ആം വെയിറ്റിംഗ്. ഞാൻ ഫ്രഷ് ആയതിനു ശേഷം അക്കാഡമിയിലേക്ക് പോവാ. ഞങ്ങൾ സെലക്ഷന്റെ ഡേറ്റ് എന്ന് പറയുന്ന ജാസ് പറഞ്ഞിരുന്നു. ഞാൻ പോയിട്ട് വരാം. നീ എന്നാ അവിടുന്ന് ഇറങ്ങുമ്പോ എന്നെ വിളിക്കേ, ഞാൻ വരെ നിന്നെ പിക്ക് ചെയ്യാൻ. വേണ്ടടാ, ഞാൻ ജാസിയുടെ കൂടെ വന്നോളാം. ഹായ് ജാസി. ഹായ്. നാട്ടിൽ പോയി വന്നപ്പോ നീ നന്നായിട്ടൊന്ന് മിനിങ്ങിട്ടുണ്ടല്ലോ. നീ എന്തിനു വേടാ? മിനിങ്ങാൻ പോയതാടി, അതല്ലേ ഈ തിളക്കം. എല്ലാവരും പൊരിഞ്ഞ പ്രാക്ടീസിലാണ്. നമ്മൾ സ്റ്റെപ്സ് ഒക്കെ തീരുമാനിച്ച് ഒരിക്കൽ മാത്രമേ പ്രാക്ടീസ് ചെയ്തിട്ടുള്ളൂ. പ്രാക്ടീസ് ചെയ്യണ്ടേ? ഞാൻ നാട്ടിൽ നിന്ന് വന്ന നേരം നോക്കിക്കാണ്ട് നീ നാട്ടിൽ പോയി. അതുകൊണ്ട് ജസ്റ്റ് ഇതുപോലെയുള്ള വാമപ്പ് മാത്രമേ നടക്കുന്നുള്ളൂ. ഇനി എന്താ പ്ലാൻ? ഞാനിപ്പോ വന്നില്ലേ, ഇനി നിനക്കൊരു ടെൻഷനും വേണ്ട. എല്ലാം നമ്മൾ ഓൾറെഡി സെറ്റ് ആക്കിയതുകൊണ്ട് ഇനി 1 by 1 ആയിട്ട് നമുക്ക് തുടങ്ങാം. എങ്കിൽ വാ, ഇപ്പൊ തന്നെ തുടങ്ങിയേക്കാം. നീ എന്താ ഇവിടെ? അത് നിങ്ങളെ മാസ്റ്റർ എന്നെ കാണണമെന്ന് പറഞ്ഞിരുന്നു. നീ ഇപ്പോഴാണോ വരുന്നത്? ഒന്നും പറയണ്ട. ഇന്നലത്തെ നൈറ്റ് പാർട്ടി കഴിഞ്ഞ് വീട്ടിലെത്തി കിടന്നപ്പോ നല്ലോണം ലേറ്റായി. बरसा दे इश्क़ा की स्याहियाँ, रंग जाऊं रंग रंग जाऊं रे, हाँ रे मैं तुझ पे मैं झर 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 जाऊं, हाँ रे पिया बस तेरी Let's dance, my love. गलत तुझ में अगर कुछ है, अलग तुझ में असर कुछ है, तुमसे किरण धूप की, तुमसे सियाह रात है, तुम बिन मैं बिन बात का, तुम हो तभी कुछ बात है, तुमसे किरण धूप की, तुमसे सियाह रात है।
कुछ है अलग तुझ में असर What the hell? ഞാനിപ്പോ എന്താ ചെയ്തേ? ഞാനിത് നിന്റെ കൂടെ ഡാൻസ് ചെയ്തേ. നിനക്കെന്താ പറ്റിയത് ഫെബി? അവൻ നിന്നിൽ എന്തോ കൂടോത്രം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് കാന്തം പോലെ വീണ്ടും വീണ്ടും അവൻ നിന്നെ ഇങ്ങനെ ആകർഷിക്കുന്നേ. ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ ഐഷു, നീ എൻ്റെ കൂടെ ഡാൻസ് ചെയ്യാതെ മറ്റൊരുത്തൻ്റെ കൂടെയും ഡാൻസ് ചെയ്യാൻ ഞാൻ സമ്മതിക്കില്ലെന്ന്. ഹായ് ഗായ്സ്, ഐ എം ആദിൽ സാഹിബ് കരീം. ഐ തിങ്ക് എന്നെ പ്രത്യേകിച്ച് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരേണ്ട ആവശ്യം കാണില്ല. ആൻഡ് വൺ മോർ തിങ്, എനിക്ക് നിങ്ങളോട് എല്ലാവരോടും ഒരു കാര്യം റിവീൽ ചെയ്യാനുണ്ട്. എന്താണ് കോന്ത നിന്റെ ഉദ്ദേശം? എന്റെ ഹാർട്ട് പൊട്ടിത്തെറിക്കും. മിക്കവാറും ഇവരോടൊക്കെ നീ എന്റെ പെണ്ണാണെന്ന് പറയാൻ പോവായിരിക്കും. ഷീ ഈസ് മൈ ഗേൾ ഫ്രണ്ട് ആയിഷ ഫെബി, മൈ ഐഷു, സൂൺ ടു ബി മൈ വൈഫ്. അത് പൊളിച്ചു. ഇനി ആ ഷാനിന്റെ പറ്റി കുറച്ച് ദിവസത്തേക്ക് വരില്ല. അയ്യോ, ഞാൻ ഈ കോന്തനെ ഇതെന്ത് വേണ്ടതെന്ന് പഠിച്ചോനെ. ഇവരെന്തിനാ എന്നെ ഇങ്ങനെ ടോർച്ചർ ചെയ്യുന്നേ? അതുകൊണ്ട് അനാവശ്യമായിട്ടുള്ള അറ്റാച്ച്മെന്റിനും പ്രോബ്ലത്തിനും ആരും ഇവളെ അപ്രോച്ച് ചെയ്യണ്ട. പിന്നെ ഞാൻ എന്തായിരിക്കും ചെയ്യുകയെന്ന് എനിക്ക് തന്നെ അറിയില്ല. നിനക്കെന്ത് ഭ്രാന്താണോ? ഞാനിപ്പോഴും എന്റെ ഗേൾഫ്രണ്ട് ആയത് അനാവശ്യം വിളിച്ചു പോകുന്ന ഒരു പതിവൊക്കെ ഉണ്ട്. നിന്റെ ഉദ്ദേശം എന്താണെന്നൊക്കെ എനിക്കറിയാം. പക്ഷെ അതൊന്നും എന്റെ അടുത്ത് വരെ പോയില്ല. ബാസ്റ്റർ. അവന്റെ നട്ട് വലുത് ലൂസായി പോയിട്ടുണ്ടോ? എന്ത് പേരുണ്ടായിട്ട് അവ അവരൊക്കെ മുന്നിൽ വെച്ച് അങ്ങനൊക്കെ പറഞ്ഞേ. അത് നാണക്കേടായി. ഞാൻ ഇന്ന് അവരൊക്കെ മുഖത്ത് നോക്കൂ. കണ്ണുകൊണ്ട് നോക്കണം, അല്ലാതെ നോക്കാനുള്ള പാടൊന്നും എനിക്കില്ലല്ലോ. ഓ, ഒന്നും മിണ്ടാതിര ശവമേ. ഫെബി, എന്ത് പറ്റി? ഇനി ഇതിൽ കൂടുതൽ എന്ത് പറ്റാൻ? എന്റെ ഇന്നത്തെ മൂട് മൊത്തം പോയി. അല്ലെങ്കിൽ ആ കോന്തൽ കണ്ടുമുട്ടുന്ന എന്നൊക്കെ എന്റെ അവസ്ഥ തന്നെയാ. ഞാൻ എന്റെ ഫീലിങ്സ് പറയുമ്പോൾ നിനക്കൊക്കെ എങ്ങനെയാണ് ഇങ്ങനെ ചിരിക്കാൻ തോന്നുന്നേ? കോപ്പ് എല്ലാവരും കണക്കാം. ഇഡിയറ്റ്. സോറി ഫെബി, നീ ASK കോമ്പറ്റന്റ് വിളിക്കുന്ന കേട്ടപ്പോ ചിരിച്ചു പോയതാ. വാട്ട്? ASK? യാ, എന്താ നിനക്കറിയില്ലേ? ഞാൻ നേരിൽ കണ്ടതിൽ വെച്ച് ഏറ്റവും ബെസ്റ്റ് ഡാൻസർ ASK ആണ്. അവരുടെ ടീമിന്റെ പ്രോഗ്രാംസ് ഒക്കെ ഒന്നും വിടാതെ ഞാൻ കണ്ടിട്ടുണ്ട്. നീ ഒരു ഡാൻസർ അല്ലേ, എന്നിട്ട് നിനക്ക് ASK കുറിച്ച് ഒന്നും അറിയില്ലേ? ഞാൻ കേട്ടിട്ടുണ്ട് അവരെ കുറിച്ച്, ASK ആൻഡ് ടീം. പക്ഷേ അവരുടെ പ്രോഗ്രാം ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. വാട്ട്? നോ വേ. ഇതെങ്ങനെ നിനക്ക് പുള്ളിയെ പരിചയം? പോരാത്തതിന് നീ ASKയുടെ ഗേൾ ഫ്രണ്ട് അല്ലേ? ഷട്ട് അപ്പ് ജാസി, ഞാൻ അവന്റെ ഗേൾ ഫ്രണ്ട് ഒന്നുമില്ല. അവൻ എന്റെ സീനിയറാണ്. അതിൽ കഴിഞ്ഞൊരു ബന്ധവും ഞങ്ങൾ തമ്മിലില്ല. എന്നെ ഇതുപോലെ ഡെയിലി ശല്യം ചെയ്യുന്നത് അവന്റെ മെയിൻ ഹോബി. സത്യം പറഞ്ഞാൽ നീ പറയുമ്പോൾ അവനാണ് ASK പോലും ഞാൻ അറിയുന്നത്. അതെനിക്ക് മനസ്സിലായി. അറിയായിരുന്നെങ്കിൽ നീ ASK ആരാണെന്ന് ചോദിക്കില്ലായിരുന്നല്ലോ. ഫെബി, ക്യാൻ ഐ ആസ്ക് യു സംതിങ്? ASK പറഞ്ഞത് സത്യമാണോ? നീ പുള്ളിയുടെ ഗേൾ ഫ്രണ്ട് ആണോ? നിനക്കിതല്ലാതെ വേറെ ഒന്നും ചോദിക്കാനില്ലേ? എടാ, അവന് പട്ട. ഞാൻ അവന്റെ ഗേൾ ഫ്രണ്ട് ഒന്നുമില്ല. എന്റെ എൻഗേജ്മെന്റ് ഒക്കെ ഓൾറെഡി കഴിഞ്ഞതാ. വാട്ട്? നീ എൻഗേജ് ആണോ? എന്നിട്ടാണോ ASK നിന്റെ പിറകെ നടക്കുന്നത്? സ്ട്രേഞ്ച്. അതെല്ലാം ഞാൻ പറഞ്ഞ അവരെ വട്ടാണെന്ന്. എത്ര പറഞ്ഞിട്ട് തലയിൽ കയറുന്ന പിന്നെ ഞാൻ എന്ത് ചെയ്യാനാ? അവസാനം ഞാൻ സെമിർക്കാനെ കെട്ടി പോകുമ്പോ അവന് ബോധം വെച്ചോളൂ. ബെസ്റ്റ് ഓഫ് ലക്ക്. അല്ല, നീ ഏറ്റുമുട്ടുന്നത് ASKയോടാണല്ലോ. അപ്പോ അങ്ങേരോട് ജയിക്കണമെങ്കിൽ നിന്റെ ലക്ക് കൊണ്ട് നടക്കുമെന്ന് ഞാൻ നിന്നെ ഓർമ്മിപ്പിച്ചതാ. നീ ഇതുവരെ കണ്ടുമുട്ടിയവരെ പോലെയല്ലേ ASK. അതറിയാൻ നീ ജസ്റ്റ് അവരെ കുറിച്ചൊന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. എല്ലാം നിനക്ക് തന്നെ മനസ്സിലായിക്കോളൂ. ഈ തെണ്ടിൽ എന്നെ പേടിപ്പിക്കാൻ നോക്കാണോ? കേട്ടിട്ട് നിനക്കൊരു മുന്നറിയിപ്പ് തന്ന പോലെ എനിക്ക് തോന്നുന്നു. നീ വരുന്നില്ലേ? പ്രാക്ടീസ് പാതി വഴിയിലാക്കിയിട്ട് ഇവിടെ വന്നിരിക്കുന്നേ. നീ ചെല്ല്, ഞാൻ കുറച്ചു നേരം കൂടി ഇവിടെ ഇരിക്കട്ടെ. ഞാനിങ്ങ് വന്നോളാം. ഓക്കെ, ഒരുപാട് സമയം വയ്ക്കണ്ട. ജാസി പറഞ്ഞ പോലെ അവനെ കുറിച്ച് സെർച്ച് ചെയ്ത് നോക്കണം. വേണ്ട. എന്ത് വേണ്ട? എനിക്ക് വേണം. അവൻ ഇത്രയ്ക്ക് ബിൽഡപ്പിൽ അവനെ കുറിച്ച് പറയാൻ മാത്രം അവൻ ആരെന്ന് എനിക്ക് അറിഞ്ഞേ പറ്റും. ഓ, ഈ കുറിപ്പ് സമ്മതിക്കൂല.
അപ്പൊ വിചാരിച്ചപ്പോൾ അവൻ അത്ര ചെറിയ പുള്ളിയല്ല. അവന്റെ ഡാൻസും പെർഫോമൻസും കണ്ടിട്ട് ഞാൻ വരെ അവന്റെ ഫാൻ ആവുമെന്ന് സംശയമാവാ. നിനക്ക് സംശയമല്ലേ ഉള്ളൂ? ഞാൻ എപ്പോഴും മൂക്കും കുത്തി വീണു. He is so handsome and hot, sexy. But ആ ഷാനയുടെ കൂടെ കളിച്ച ആ ഡാൻസ് അത് മാത്രം എനിക്ക് പറ്റില്ല. രണ്ടും കൂടി എന്നാ ഒരു കെമിസ്ട്രി ആയിരുന്നു. അതുകൊണ്ടൊക്കെ തന്നെയാവും അമ്മൂദേവി അവന്റെ പിറകുന്ന് ഒഴിഞ്ഞു പോകാത്തത്. ഇമ്മാതിരി റൊമാൻസ് ഡാൻസ് കളിച്ച് ആരും അവരുടെ പിറകുന്ന് മാറൂല. ഓഹോ, അപ്പോ ഇതുപോലൊരു ഡാൻസ് നീ അവനുമായി കളിച്ചാ നീയും അവന്റെ പിറകെ നടക്കോ? ഓ എന്റെ പിശാചേ, ഞാനൊരു ഉദാഹരണം പറഞ്ഞതാ, അല്ലാതെ അവന്റെ പിറകൊന്നും ഞാൻ നടക്കൂല. എന്റെ പട്ടി പോലെ അവന് കിട്ടില്ല, പിന്നല്ലേ ഞാൻ. നമുക്ക് കാണാം ആരാരുടെ പിറകെ ഇങ്ങനെ അലയുന്നു. अंग लगा दे रे मोहे रंग लगा दे रे अंग लगा दे रे मोहे रंग लगा दे रे मैं तो तेरी जोगनिया तू जोग लगा दे रे राम रतन धन लगन मगन मन तन मोरा चंदन रे उजली कोरी प्रीत पे आसत रोग लगा दे रे रात बंजर सी है काले खंजर सी है तेरे सीने की लो मेरे अंदर भी है तू हवा दे से तू मेरा तन जले Wow, Shana and ASK, your chemistry was mind-blowing, guys. ഒരു രക്ഷയുമില്ല, ശരിക്കും നിങ്ങളൊരു കപ്പിളിനെ പോലെ ഉണ്ടായിരുന്നു. ജാസി, നമ്മുടെ സെലക്ഷൻ എന്താണെന്ന് മാസ്റ്റർ പറഞ്ഞോ? ഇല്ല, എന്തായാലും തന്നെ പറയൂ. അല്ല, ഈ കോന്തൻ എന്താ ഇവിടെ കാര്യം? നീ പുള്ളിയുടെ ഗേൾ ഫ്രണ്ട് അല്ലേ, നേരിട്ടങ്ങ് ചോദിച്ചൂടെ? നീ ഇങ്ങനെ ടെററായിട്ട് നോക്കി പേടിപ്പിക്കണ്ട. ASK എന്തിനാ വന്നതെന്ന് ഞങ്ങൾക്കറിയില്ല. ASKയും ഷാനയും തമ്മിലുള്ള ഡാൻസ് പെർഫോമൻസ് ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടം. അപ്പൊ ഞങ്ങൾ നിർബന്ധിച്ചതുകൊണ്ടാ അവരെ ഡാൻസ് കളിച്ചത്. ഹോ, പറയാൻ വാക്കുകളില്ല മോളെ. ദേ ആർ സോ അമേസിങ്. ഈ രോമാഞ്ചം എന്നൊക്കെ പറയില്ലേ, മേലാകെ അതുപോലൊരു കുളിരാണ് അവരുടെ പെർഫോമൻസ് കാണുമ്പോൾ. എന്റെ ഫെബി, ഞാൻ സീരിയസ് ആയിട്ട് ഒരു കാര്യം ചോദിച്ചാൽ നീ എനിക്ക് കൃത്യമായൊരു ഉത്തരം തരുമോ? എന്താ? Are you jealous? jealous? എനിക്ക്, അതും ആ മോദി ഷാനയോട്. അവന്റെ ഒരു ഒടുക്കത്തെ ചോദ്യം. ഇങ്ങനെ സ്വയം പുച്ഛിച്ച് തള്ളാതെ അവനുള്ള റിപ്ലൈ കൊടുക്ക്. അവൻ നിന്നെങ്ങനെ കാത്തു നിൽക്കുന്ന കണ്ടില്ലേ? പടച്ചോനെ, എനിക്ക് ക്ഷമ നൽകൂ. നോ. ഓഹോ, ഓക്കെ. Excuse me guys, please listen. ഈ കോന്തൻ എന്തിനാ മാസ്റ്റർ കൂടെ നിൽക്കുന്നത്? ആ നിൽപ്പും നോട്ടവും കണ്ടിട്ട് അത്ര പണ്ടില്ലല്ലോ. നിങ്ങളോട് എല്ലാവരോടും പ്രധാനപ്പെട്ട ഒരു കാര്യം എനിക്ക് അറിയിക്കാനുണ്ട്. അതിനു മുമ്പ് ദിസ് ഈസ് ASK. നിങ്ങൾക്കാർക്കും ഇവനെ ഒഫീഷ്യലായിട്ട് പരിചയപ്പെടുത്തി തരേണ്ട ആവശ്യമില്ലെന്ന് തോന്നുന്നു.
ഞങ്ങൾ ടീമിന്റെ മെയിൻ ഡാൻസറാണ് ഇവൻ. അതിന് ഞങ്ങളത്തെ തലയും കുത്തി നിൽക്കണം. വേണ്ട, നീ ഇവനെ കെട്ടിയാ മതി. എന്റെ കുരുപ്പ. മുംബൈയിൽ വെച്ച് നടക്കാൻ പോകുന്ന യൂണിക് ഡാൻസേഴ്സ് കോമ്പറ്റീഷനിലേക്കുള്ള സെലക്ഷന് വേണ്ടിയാണ് നിങ്ങൾ എല്ലാവരും പ്രാക്ടീസ് ചെയ്യുന്നത്. സെലക്ഷൻ വെച്ചിരിക്കുന്നത് ഈ വരുന്ന മൺഡേ ആണ്. ഇനി വെറും 3 ദിവസമേ നിങ്ങളുടെ മുന്നിലുള്ളൂ. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, ആദ്യമാണ് നിങ്ങളിൽ നിന്നും ഒരു പേരനെ സെലക്ട് ചെയ്യാൻ പോകുന്നത്. അത് സെലക്ട് ചെയ്യാൻ ഇവനെ കൊണ്ട് പറ്റൂ. Wow, what a twist. നിന്റെ കാര്യം അതോ ഗതി മോളെ. ഞാൻ ഇതിന് സമ്മതിക്കില്ല. ഏത് വകയിലെ ഈ കോന്തര സെലക്ഷന് വേണ്ടി നിയമിച്ചേ? ഏത് വകയിലാണെന്ന് അവന്റെ പെർഫോമൻസ് കണ്ണ് നിറയെ കണ്ട് നീ മനസ്സിലാക്കിയതല്ലേ? പിന്നെ എന്തിനാടി ഈ ചോദ്യം? എന്നാലും ഇത് വേണ്ടായിരുന്നു. എന്നോട് ചതി ഒരിക്കലും വേണ്ടായിരുന്നു. എനിക്ക് ഉറപ്പാ അവൻ ഈ പേരും പറഞ്ഞു തന്നെ അവന്റെ വീട്ടിൽ കൊണ്ടുവരാൻ നോക്കും. ഏയ്, ആദ്യം അങ്ങനൊന്നും ചെയ്യൂല. നിന്റെ ആ കോതി അങ്ങനെ ചെയ്യൂല്ലോ എന്ന് നീ തന്നെ കണ്ടോ പിശാശേ? അവന്റെ ആ നോട്ടും ചിരിയും കണ്ടില്ലേ? അതിലെന്തോ പെശകുണ്ട്. അവൻ എന്തോ പ്ലാൻ ചെയ്തിരുന്നു, എനിക്ക് ഉറപ്പാ. അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. പ്രാക്ടീസ് മിസ്സാക്കാതെ തുറന്നേക്ക്. ആദ്യയെക്കുറിച്ച് നിങ്ങൾക്ക് നല്ലോണം അറിയുന്നതല്ലേ? പിന്നെ വല്ലാണ്ട്. എന്നാലും എന്നോട് ഇത് വേണ്ടായിരുന്നു. ഫെബി വാ, പ്രാക്ടീസ് തുടങ്ങാം. ഡാഡി, ആ ഷാന പറയടാ. അവളോടുള്ള ഇഷ്ടത്തിന് നീ അവരെ അവൻ സെലക്ട് ചെയ്യാൻ പോകുന്നതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ആ ഉദ്ദേശമാണ് നിന്റെ മനസ്സിലെങ്കിൽ ആദ്യമേ പറഞ്ഞേക്ക്. ഞങ്ങളാരും വെറുതെ ഉള്ള എനർജി മൊത്തം വേസ്റ്റ് ചെയ്ത് ഒരു പ്രാക്ടീസിനും സെലക്ഷനും ഒന്നുമില്ല. ലുക്ക് ഷാന, എന്നെ വിശ്വസിച്ച് നിങ്ങളെ മാസ്റ്റർ ഏൽപ്പിച്ച ദൗത്യമാണ് നിങ്ങളിൽ നിന്നും ഒരു ബെസ്റ്റ് പ്ലെയറിനെ സെലക്ട് ചെയ്യുക എന്നത്. നടക്കാനിരിക്കുന്ന കോമ്പറ്റീഷനിൽ പങ്കെടുക്കാൻ അർഹരാരാണോ അവർ ഞാൻ സെലക്ട് ചെയ്യും. ഇക്കാര്യത്തിൽ പേഴ്സണൽ തിങ്സുമായി യാതൊരു കണക്ഷനും ഇല്ല. നിങ്ങളുടെ പെർഫോമൻസ് മികച്ചതാണെങ്കിൽ നിങ്ങളെ ഞാൻ സെലക്ട് ചെയ്യും. അതല്ല, അവരാണ് ബെസ്റ്റ് പെർഫോമൻസ് കാഴ്ചവെക്കുന്നതെങ്കിൽ അവരെ സെലക്ട് ചെയ്യും. ഇനിയിപ്പോൾ നിങ്ങൾ ആരുമല്ല മറ്റാരെങ്കിലും ആണ് നല്ലപോലെ പെർഫോം ചെയ്യുന്നതെങ്കിൽ ഞാൻ അവരെ സെലക്ട് ചെയ്തിരിക്കും. ഇക്കാര്യത്തിൽ എനിക്ക് എല്ലാവരും ഒരുപോലെയാണ്. എന്നാ പിന്നെ നിങ്ങൾ സംസാരിക്കും, എനിക്ക് ഇത്തിരി തിരക്കുണ്ട്. പോയി ഞാൻ എടുത്തോളാം. ഐഷു, എന്താ എനിക്കിനി പറയാനുള്ളേ? നീയാണ് ഞങ്ങളിൽ നിന്ന് ഒരു പേരിനെ സെലക്ട് ചെയ്യാനുള്ളത്. അതുകൊണ്ട് നീ പറയുന്നത് അനുസരിച്ചാ നീ ഞങ്ങളെ സെലക്ട് ചെയ്യും. ഇതല്ലേ നിനക്ക് പറയാനുള്ളേ? അല്ലേ അല്ലേ അല്ലേന്ന്? അതെ. ഷോ, നിനക്കെന്നാലും എങ്ങനെ അത് മനസ്സിലായി? വല്ലാത്തൊരു കഴിവ് തന്നെ കേട്ടോ. നിന്റെ ഈ കുഞ്ഞിത്തല വേദതൊന്നും കാണിക്കില്ലേ? വല്ലാണ്ട് കൊഞ്ചലേ. സൈ കെട്ടാൻ ഞാൻ ചിലപ്പോ നിന്നെ കൊണ്ടുപോകും. അതിന് മാത്രമുള്ള ചങ്കുറ്റൊന്നും എൻ്റെ ആവശ്യമില്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് അത് വിട്. എന്നിട്ട് ഞാൻ പറയുന്നത് അതേപടി അനുസരിക്കാൻ നോക്ക്. ഇല്ലെങ്കിൽ പിന്നെ നിങ്ങൾ ഇത്രയും കഷ്ടപ്പെട്ട് പ്രാക്ടീസ് ചെയ്തതൊക്കെ വെറുതെ ആയി പോവും. വാ, ഞാൻ നിന്നെ ഡ്രോപ്പ് ചെയ്യാം. നോ എന്നൊന്നും പറഞ്ഞ് മനസ്സിൽ പിടിക്കാൻ നിൽക്കണ്ട. അവൻ ചിലപ്പോ നിന്നെ തൂക്കിയെടുത്ത് കൊണ്ടുപോകും. വെറുതെ അവനോട് ഒച്ചയിട്ട് എന്തിനാ ഉള്ള എനർജി വേസ്റ്റ് ആക്കണേ? നീ കയറാൻ നോക്ക്.
ഇത്രയും ദൂരം ഇനി ഒറ്റയ്ക്ക് നടക്കണ്ടല്ലോ. വീട്ടിലേക്ക് എന്ന് പറഞ്ഞിട്ട് നീ ഇതെങ്ങോട്ട് എന്നെ കൊണ്ടുപോകുന്നേ? ഞാൻ ഡ്രോപ്പ് ചെയ്യാമെന്നേ പറഞ്ഞിട്ടുള്ളൂ, അല്ലാതെ വീട്ടിൽ ഡ്രോപ്പ് ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ടില്ല. മിണ്ടാതെ അടങ്ങി ഒതുങ്ങി എൻ്റെ കൂടെ വന്നാൽ നിനക്ക് കൊള്ളാം. ഇക്കണക്കിന് പോയാ ഇവൻ എന്റെ കൈ കൊണ്ട് കൊള്ളു. ഇവന്റെ അന്ന് എന്റെ കൈ കൊണ്ടാണെന്ന് പഠിച്ചു എഴുതി വെച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു.